ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ക്രൈസ്റ്റ് ആർട്സ് അതിൻ്റെ പ്രവർത്തന പന്ഥാവിൽ 25 വർഷങ്ങൾ ഇന്ന് പിന്നിടുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടത്തിക്കോട് ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ക്ലബ്ബ് രൂപം കൊള്ളുന്നത്. പക്ഷേ അന്നും ഇന്നും ഇടവകയുടെ നേരിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ അത്തരത്തിൽ ഇടപെട്ടിട്ടില്ല. കാരണം ഇടവകയ്ക്ക് അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തുള്ള ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പൊതു മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതായിരുന്നു ഈ കലാകൂട്ടായ്മയുടെ എന്നത്തെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട KP ജോയ്സ് ചേട്ടനാണ്. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. 1999 ജൂൺ മാസം 21-ാം തീയതി 14-ന് അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി 21-ന് ഇതിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ടുള്ളതാണ് ജോയ്സ് ചേട്ടൻ. നീണ്ട 25 വർഷക്കാലമായിട്ട് മറ്റൊരു പ്രസിഡൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് ഇതേ സ്നേഹം തന്നെയാണ്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒരു അതുല്യ വ്യക്തിത്വത്തിന്, എല്ലാവർക്കും സർവ്വസമ്മതനായിട്ടുള്ളൊരു അതുല്യ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജോയ്സ് ചേട്ടൻ. ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡൻറ്റും സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള ജോയ്സ് ചേട്ടനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാടക നടനും അതോടൊപ്പം തന്നെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടനുമായിട്ടുള്ള പ്രിയപ്പെട്ട ശിവജി ഗുരുവായൂരാണ്. ഞാനൊരു പക്ഷേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക നാടക നടനെന്നോ സിനിമാ നടനെന്നൊന്നുമല്ല. നേരത്തെ പറഞ്ഞ ഗണത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. വലിയൊരു മനുഷ്യ സ്നേഹിയാണ് ശിവജി ഗുരുവായൂർ എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ശേഖരൻ നത്താണിക്കലിൻ്റെ അനുസ്മരണം, നമുക്കറിയാം ബോധിയിലെ വേലൂരത്തെ ശേഖരൻ മാഷയുടെ അനുസ്മരണത്തിൽ അദ്ദേഹം സംസാരിച്ച വാക്കുകളിൽ മൊത്തത്തിൽ നമുക്ക് നിഴലിച്ച് കാണാവുന്ന ഒരു വലിയ ചിന്തയാണ് ഈ പറയുന്ന മനുഷ്യത്വം. അതുല്യ പ്രതിഭയാണ്, ശേഖരൻ മാഷയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, അതോടൊപ്പം തന്നെ വളരെ അതുല്യമായിട്ടുള്ളൊരു നടനും കൂടിയാണ് അദ്ദേഹം. അതിലുപരി ഞാൻ പറഞ്ഞു, അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെക്കാൾ മുമ്പ് 6 മണിക്ക് ഇവിടെ വന്ന് നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ഷമയെ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ എല്ലാറ്റിനെയും ഏറെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ സിൽവർ ജൂബിലി സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിലേക്ക് കടന്നു വന്നുള്ള സകല ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സിൽവർ ജൂബിലി ഉദ്ഘാടനം 2023 ജൂൺ മാസം 24 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സ്നേഹാലയത്തിൽ വെച്ച് അന്തേവാസികളോടൊപ്പം നടത്തുകയുണ്ടായി. സംഘാടക സമിതി ചെയർമാൻ KP ജോയ്സിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA സേവാർ ചിറ്റിലപ്പള്ളി ജൂബിലി ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമാപന സമ്മേളനത്തിന് സംഘാടക സമിതി ജനറൽ കൺവീനർ ബൈജു ഇമേജ് സ്വാഗതവും KV ജോസ് നന്ദിയും പറയും. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ രജത ജൂബിലി വർഷ പ്രവർത്തന റിപ്പോർട്ട് സമാപന സമ്മേളനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ക്രൈസ്റ്റ് ആർട്സ് രജത ജൂബിലി സംഘാടന സമിതിക്ക് വേണ്ടി സെക്രട്ടറി ബിജു ഇഗ്നേഷ്യസ് സംസാരിച്ചു. ഇന്നത്തെ കാലഘട്ടം ഇപ്പോൾ ആഗോളവൽക്കരണ കാലഘട്ടം എന്ന് നമ്മൾ 90 മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക മേഖല തകർന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് തകർന്നുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക രംഗമാണ്.
ഈ സാംസ്കാരിക രംഗത്തിൻ്റെ മുലച്യുതി അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു കർത്തവ്യം എന്തായാലും ക്രൈസ്റ്റ് ആർട്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്ന കലാപരിപാടികൾ, പ്രത്യേകിച്ച് നാടകം. ഇപ്പോൾ പണ്ട് കാലത്ത് നവോത്ഥാന കാലത്ത് ഏറ്റവും വലിയ ആയുധമായിരുന്നു നാടകങ്ങൾ. ആശയപ്രചരണത്തിന് ഏറ്റവും ഉപയോഗിച്ചിരുന്ന നാടകമാണ്. കാലക്രമേണ അത് ഇല്ലാതാകുകയും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രൈസ്റ്റ് ആർട്സ് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നത്. ക്രൈസ്റ്റ് ആർട്സിൻ്റെ രജത ജൂബിലി സമാപന സമ്മേളനം നിങ്ങളുടെ അവരുടെയും പ്രാർത്ഥനയെ സാക്ഷിയാക്കി വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എൻ്റെയൊക്കെ 10ാം ക്ലാസ് കാലത്ത് അന്നൊരു ശീലമുണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക്. 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു വെക്കേഷനിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക ക്ലബ്ബ് എന്നാണെന്ന് പറയുക, ക്ലബ്ബ് തട്ടിക്കൂട്ടുക എന്നുള്ളത്. അത് സ്പോർട്സിന് വേണ്ടിയും ആർട്സിന് വേണ്ടിയും ഒക്കെ തട്ടിക്കൂട്ടുന്ന ക്ലബ്ബുകളിൽ കായികമായി വിനോദങ്ങൾ ഏർപ്പെടുന്നവർക്കതും കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് അതുമൊക്കെ ആയിട്ട് ആ ക്ലബ്ബുകളാണ് നാടിൻ്റെ ഒരു സാംസ്കാരിക നിലയമായി നിലകൊണ്ടിരുന്നത്. അതൊരു പക്ഷേ അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോഴേക്കും മാഞ്ഞു പോയേക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നിലനിർത്തി കൊണ്ടുവന്നേക്കാം. എനിക്ക് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും, ഞാൻ എന്ന ഒരു നടനെ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ഇത്തരം ഒരു സാംസ്കാരിക ക്ലബ്ബിൽ നിന്ന് തന്നെയാണ്. അത്തരം സാംസ്കാരിക നിലയങ്ങളിൽ നിന്നും ഒരുപാട് വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കായിക താരങ്ങളായും കലാകാരന്മാരായും ചിത്രകാരന്മാരായും രാഷ്ട്രീയക്കാരായും ഒക്കെ സമൂഹത്തിന് നന്മയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കിയെടുത്തതാണ് ഇത്തരം സാംസ്കാരിക സംഘടനകൾ. ക്രൈസ്റ്റ് ആർട്ടും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിരിക്കണം നാട്ടിലെ ഒരു സാംസ്കാരിക നിലയം. നാടകങ്ങൾ നിന്നുപോയി കുറഞ്ഞുപോയി എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വളരെ ഒരു സത്യമുണ്ട്. എവിടെ നാടകം നിലയ്ക്കുന്നു അല്ലെങ്കിൽ എവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു ആ നാട് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് പലരും മാതാപിതാക്കളും മുതിർന്നവരൊക്കെ കുട്ടികളെ ഭയപ്പെടുന്നത് അവർ പോകുന്ന ആ വഴി അതത്ര ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ പറ്റി വേവലാതിപ്പെടേണ്ടി വരുന്നത്. നേരെ മറിച്ച് ഇത്തരം സാംസ്കാരിക നിലയങ്ങളിൽ അവർ ഇടപഴകുകയും വായനശാലകളിൽ ചെന്ന് ബുക്കുകൾ വായിക്കുകയും അവിടെ നടക്കുന്ന നാടകശാലകളിൽ നാടകം കാണുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ കുട്ടികൾ ഒരു വഴിയും തെറ്റില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കലയുള്ളിടത്ത് കലാപമുണ്ടാകില്ല എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ കലയും സംസ്കാരവും ഒക്കെ എവിടെ നഷ്ടപ്പെട്ടു പോകുന്നുവോ പിന്നെ അവർ പോകുന്ന വഴി മറ്റൊരു തലത്തിലേക്കായിരിക്കും. അവർ തേടിപ്പോകുന്ന ലക്ഷ്യം തെറ്റിയിരിക്കും. അവിടെ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല.
ഇന്നിപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുതിർന്നവരും കാരണക്കാരാണ്. ഇവിടെ ഒട്ടേറെ നാടക പ്രവർത്തകരുണ്ട്. നമ്മൾ ഈ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വിരുന്നുകൾക്കോ അല്ലെങ്കിൽ ഒരു തുണിക്കടയിലേക്ക് തുണിയെടുക്കാൻ പോകുമ്പോഴോ ഒരു ജ്വല്ലറിയിൽ സ്വർണ്ണമെടുക്കാൻ പോകുമ്പോഴോ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടാതെ പോകാറില്ല. അവരെയും നമ്മുടെ വണ്ടിയിൽ കയറ്റും, അല്ലെങ്കിൽ നമ്മളും അവരെയും കൂടെ കൂട്ടും. എന്തുകൊണ്ട് ഇത്തരം സാംസ്കാരിക സദസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകശാലയിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ കുട്ടികളെ കൂട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. അവിടെയാണ് കുട്ടികൾ അകന്നകന്ന് പോകുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഈ മുതിർന്നവരുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ഇല്ല അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്. കുട്ടികളാണല്ലോ വലുതായി നമ്മളായി വരുന്നത്. നിർബന്ധമായും നമ്മുടെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ വഴി തെറ്റുമെങ്കിൽ കുറച്ചൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനും അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിത്തരം നാടകശാലയിലേക്കാകുമ്പോൾ അവർ ഒരിക്കലും വഴിതെറ്റില്ല എന്ന് ആവർത്തിച്ച് എൻ്റെ അനുഭവത്തെ സാക്ഷ്യം വെച്ച് എനിക്ക് പറയാനാകും. തീർച്ചയായും ഈ ക്രൈസ്റ്റ് ആർട്സ് സംഘടിപ്പിക്കുന്ന എല്ലാ നല്ല പരിപാടികളിലും ഈ പ്രദേശത്തുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക, അവരെ നല്ല വഴിയിലേക്ക് നയിച്ച് കൊണ്ടുപോകുക എന്ന ഒരു സന്ദേശത്തോടു കൂടി എന്നെ ഇതിനെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നാടകം കാണാൻ നിൽക്കാൻ സമയക്കുറവുണ്ട് എന്ന് വളരെ ഖേദപൂർവ്വം അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. ക്രൈസ്റ്റ് ആർട്സിനെ എന്ന സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ക്ലബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് 1.25 വർഷമായിട്ടുള്ളൂ. ഞാനിങ്ങനെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യണം. കൂടുതൽ പേരും ഇതിൽ മുണ്ടത്തിക്കോട് ഇടവകയിൽ പെട്ടവർ തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ആ കൂട്ടായ്മ എന്തുമാത്രം ഗുണഗണങ്ങളാണ് ഈ നാടിന് ചെയ്യുന്നത്. ഇടവകയ്ക്ക് മാത്രമല്ല, നാടിന് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സംഘടന ആരംഭിച്ചത് പള്ളിയുമായി ബന്ധപ്പെട്ട് കലാരൂപങ്ങളോ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് കലാരൂപങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മതത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട്, ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊട്ട് മുമ്പിൽ കാണുന്ന ബസ് സ്റ്റോപ്പ്. അത് ഞാൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കൂട്ടായ പരിശ്രമം. ആ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ പള്ളിയിൽ ശ്രമദാനം വിളിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വരില്ല. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ രാത്രിയും പകലും ഇല്ലാതെ നിങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒരു ഇടവക വികാരി എന്നുള്ള രീതിയിൽ എന്നെ ക്ഷണിച്ചത് കൊണ്ടുകൂടി പറയാണ്, ക്രൈസ്റ്റ് ആർട്സ് എന്ന് പറയുന്ന ക്ലബിൻ്റെ അംഗങ്ങൾ ചെയ്തിട്ടുള്ള നിസ്തുലമായ സേവനം മറക്കാൻ ഒരു കാലത്ത് സാധിക്കില്ല. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെയാണ്: അബ്രാഹത്തെ ഒരു അന്യദേശത്തേക്ക് അയക്കുമ്പോൾ അബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അതിതാണ്, നീ അവിടെ ഒരു അനുഗ്രഹമായിട്ട് മാറും, നിന്നെ ഒരു അനുഗ്രഹമാക്കും, നിന്നെ ഒരു കൂട്ടായ്മയാക്കും, നിന്നെ ഒരു അനുഗ്രഹമാക്കും, ഒരു നല്ലൊരു ജനതയാക്കി ഞാൻ രൂപപ്പെടുത്തും. ഈ ക്രൈസ്റ്റ് ആർട്സ് എന്ന് പറയുന്ന സംഘടന, ക്ലബ്ബ് ഈ നാടിന് ഒരു അനുഗ്രഹമാണ്. ഇനിയും അനുഗ്രഹമായിട്ട് അത് തുടരട്ടെ എന്ന് പറയുന്നു. ജോയ്സൺ ചേട്ടനെ കുറിച്ച് ഈ അവസരത്തിൽ ഒരു വാക്ക് പറയാതെ വയ്യ. കഴിഞ്ഞ 25 വർഷം ഒരു സംഘടനയെ നയിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചല്ല, മറിച്ച് 3 വർഷം ഒരു പള്ളിയിലിരിക്കാനുള്ള കഷ്ടപ്പാട് എനിക്കറിയാം. അപ്പോൾ 25 വർഷം ഒരു 3 വർഷം തയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അപ്പോൾ 25 വർഷം ഒരു സംഘടനയെ നയിക്കാൻ വേണ്ടി എന്തുമാത്രം ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ആക്രമണങ്ങളോ സ്നേഹങ്ങളോ ഒക്കെ വാരിക്കോരി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേക കയ്യടി നമുക്ക് ജോയ്സൺ ചേട്ടൻ കൊടുക്കാമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ജോയ്സൺ ചേട്ടൻ ഒഴിയാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പിന്നിൽ നിന്ന് കമൻറ്റും കേട്ടു. ഞാൻ ഒഴിയാഞ്ഞിട്ടല്ല, ഏറ്റെടുക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്, ഒരു പക്ഷേ പേടി കൊണ്ടാണ്. കുണ്ടുകുളം പിതാവിന് ശേഷം തൂങ്കുഴി പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് ചാർജ് എടുത്തപ്പോൾ പറഞ്ഞൊരു പ്രസംഗമാണ്: കുണ്ടുകുളം പിതാവിൻ്റെ പിൻഗാമിയാകുന്നതിന് എനിക്ക് പേടിയുണ്ട്. കാരണം പിതാവ് വെച്ച കാലടികളുടെ ഒപ്പം എൻ്റെ കാലടി വയ്ക്കണമെങ്കിൽ ഞാൻ ചാടണം. അതുപോലെ ജോയ്സൺ ചേട്ടൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒപ്പം പിന്നാലെ പോകണമെങ്കിൽ പിന്നാലെ വരുന്നവർക്ക് നന്നായി കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് പിൻഗാമികൾ ഉണ്ടാകാത്തത്. അത്രയും ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അത്രയും ധീരമായി ശക്തമായി നയിക്കുന്നു.
ക്രൈസ്റ്റ് ആർട്സ് എന്ന് പറയുന്ന സംഘടന ഈ നാടിനും നാട്ടുകാർക്കും പ്രത്യേകിച്ച് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് മുണ്ടത്തിക്കോട് ഇടവകയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും ഇടവകയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദിയോടെ എക്കാലവും ഓർക്കുകയും ചെയ്യുന്നു എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. നേരത്തെ ശിവജി ഗുരുവായൂർ വളരെ വിശദമായി സംസാരിച്ചു. ശിവജി ഗുരുവായൂരിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞു. ഒരു സിനിമ സീരിയൽ എന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു നാടകം ജീവിതമായി കൊണ്ടു നടക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ശ്രീ ശിവജി. ഇന്ന് ഈ 25 വർഷത്തെ സ്മരണികയാണ് അതിൻ്റെ കവറേ ആയിട്ടുള്ളൂ. വളരെ ഓരോ 25 വർഷത്തെയും പ്രവർത്തനങ്ങളെ മുഴുവൻ രേഖപ്പെടുത്തുന്ന ഈ പ്രദേശത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു സ്മരണികയായി ക്രൈസ്റ്റ് ആർട്സിൻ്റെ രജത ജൂബിലി സ്മരണിക മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ബിനീഷാണ് അത് ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ സാധ്യതകൾ കൂടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് പോകുന്ന ഒരു മനോഹരമായ ചിത്രം. യഥാർത്ഥത്തിൽ ഒരു പോരാളിയായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ഞാൻ ഈ ക്രൈസ്റ്റ് ആർട്സിൽ കാണുന്നത്. സഭയ്ക്കകത്തും ആഘോഷങ്ങളില്ലാത്ത സമയത്ത് ആഘോഷങ്ങൾ ഉണ്ടാകണം എന്നത് സഭയ്ക്കകത്തും ഒരു കലാപമാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു യുവാക്കളുടെ ഒരു ടീം 25 വർഷം മുമ്പാണല്ലോ ഇത്. നാടകം നോക്കൂ, വിവിധ മതങ്ങളിൽ ഇപ്പോൾ ഹിന്ദു സംഗതികൾക്കകത്ത് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് തുടങ്ങി ഇങ്ങനെ ഒരു വലിയ വിപ്ലവകരമായ ഇടപെടൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ നോക്കിയത് ഇപ്പോൾ ബൈബിൾ നാടകങ്ങൾ, മറ്റ് സംഗതികൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് തുപ്പേട്ടൻ്റെ നാടകമാണ് ചെയ്യണത് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത. പ്രത്യേകിച്ച് ഞാൻ അനുഷയെ വളരെ അനുഷ ജെയിംസ് സ്റ്റാറ്റിക്സിനകത്ത് ഡോക്ടറേറ്റ് നേടി. നമ്മുടെ കുട്ടികൾ പുറത്ത് പഠനത്തിന് പോകുന്ന സമയത്ത് ആദ്യം പ്രിഫർ ചെയ്യുന്നൊരു കോളേജ് ബാംഗ്ലൂർ ക്രൈസ്റ്റാണ്. ആ ക്രൈസ്റ്റിനകത്ത് അധ്യാപകരായി എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഞങ്ങളൊക്കെ ഡിഗ്രിക്കൊരു ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഞങ്ങളൊരു ഫസ്റ്റ് ഇയർ സ്റ്റാറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റി പഠിക്കുന്ന സമയത്ത് നമുക്കതിനോട് അങ്ങനെ വലിയ സംഗതിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ജനപ്രതിനിധികളായി വരുന്ന സമയത്ത് പ്ലാനിങ്ങിനകത്ത് സ്റ്റാറ്റിക്സിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് സ്റ്റാറ്റിക്സിനകത്ത് തന്നെ ഒരുപാട് പുതിയ സംഗതികൾ, ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പറയുമ്പോൾ ബയോഫിസിക്സ് മറ്റേ സംഗതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സബ്ജക്റ്റിനകത്ത് ഇങ്ങനെ മാറി മാറി പോകുന്നത് പോലെ സ്റ്റാറ്റിക്കകത്തും വലിയ സാധ്യതകൾ ഇതിനകത്തേക്ക് വരികയാണ്. തീർച്ചയായും അനുഷയുടെ അത്തരത്തിലുള്ള എല്ലാ എക്സ്പീരിയൻസും ഈ സമൂഹത്തിന് മുഴുവൻ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അനുഷയ്ക്ക് പോകാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാറ്റിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരിയും നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ അനുഷ ജെയിംസിനെ ഈ സിൽവർ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ നാടിന് വേണ്ടി അനുഷയെ ആദരിക്കുകയാണ്. അനുഷയ്ക്ക് ഈ നാട്ടിൽ സ്വീകരണം നൽകുകയാണ്. ഏറെ സന്തോഷത്തോടെ അനുഷയെ ക്ഷണിക്കുന്നു. അനുഷയ്ക്ക് ആദരവ് നൽകുന്നതിനായി പ്രിയപ്പെട്ട ശിവജിയെ ക്ഷണിക്കുന്നു.
ഈ നാടിൻ്റെ നാടകം അത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ച നാടകത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ബിഞ്ചു ജേക്കബ് സി, ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകളും കലാകായിക വേദികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 10 വർഷം അതിൽ ഇനീഷ്യേറ്റീവ് ചെയ്ത ആളുകൾ മാറി പുതിയ ആളുകൾ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം സംഘടനകൾക്ക് അകാല ചരമം ഉണ്ടാവാറാണ് പതിവ്. പക്ഷേ എന്തായാലും അതിലൊരു ലീഡർഷിപ്പ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അത് 25 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഒരു പ്രധാന വിജയം എന്നുള്ളത് ആണ് ഞാൻ കാണുന്നൊരു നേട്ടമായിട്ട് കാണുന്നത്. അതോടൊപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു സംഘടന ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ നിരന്തരമായ സംഘടനയുടെ പ്രവർത്തനം അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന ആൾക്കൂട്ടവും അതുപോലെ തന്നെ ഇത്തരം സജീവമായ പരിപാടികളും സൂചിപ്പിക്കുന്നത്. തീർച്ചയായും KP ജോയ്സൺ, KV ജോസേട്ടൻ, അതുപോലെ തന്നെ ശ്രീ ബൈജു തുടങ്ങി അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന എല്ലാവരും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഈ സിൽവർ ജൂബിലി വേളയിൽ അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഈ കേട്ട വാക്കുകൾ മധുരം, കേൾക്കാനിരിക്കുന്ന അതിമധുരം എന്ന് പറഞ്ഞ പോലെ ഇനി ക്രൈസ്റ്റ് ആർട്സിൻ്റെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ആകാംക്ഷയുണ്ട്. തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നിവിടെ ആദരിച്ച അനുഷൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലാണ് താമസം. പക്ഷേ അനുഷേനെ കാര്യമായിട്ട് കാണാറില്ല. കാരണം അനുഷ പഠനവും ഒക്കെ ആയിട്ട് അനുഷയുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോഴും കാണാറില്ല. ഇപ്പം ഞാൻ ഈ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ സ്ഥലത്തും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് അനൂപൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്കിത് പൊതിക്കാത്ത തേങ്ങയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ഞങ്ങൾ പാസ്സായത്. എന്തായാലും അതിനകത്ത് ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിലും ഇപ്പോൾ മുണ്ടത്തിക്കോട്ടുകാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അനുഷയുടെ നേട്ടം നമ്മുടെ നാടിൻ്റെ നേട്ടമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. വ്യക്തിപരമായി എൻ്റെ ഡിവിഷനിലെ ഒരു അന്തേവാസി എന്നുള്ള എനിക്ക് വ്യക്തിപരമായി ഞാനും അഭിമാനിക്കുന്നു. അനുഷയ്ക്ക് ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിവിടെ നടത്തുന്ന നാടകം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നാടകവുമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും നാടകം കാണാറുണ്ട്. എന്തായാലും തുപ്പൻചേട്ടൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ നമ്പൂതിരി നമ്മുടെ പാഞ്ഞാളുകാരനാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിലെ സാമൂഹിക പരിഷ്കരണ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും അത് നാടകത്തിലൂടെയും സ്വന്തം രചനകളിലൂടെയൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്തൊരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഇന്നിവിടെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. നാടകം ഭംഗിയാവട്ടെ. തുടർന്നും ക്രൈസ്റ്റ് ആർട്സിന് ഇത്തരം പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ സിൽവർ ജൂബിലി നിറവിലായിരിക്കുന്ന ക്രൈസ്റ്റ് ആർട്സ് കുടുംബാംഗങ്ങൾക്ക് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഓരോ ജൂബിലി വർഷവും ഒരു തിരിഞ്ഞുനോട്ടമാണ്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും വന്നുപോയ വീഴ്ചകളെ വിലയിരുത്തി കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുവാനുമുള്ള അവസരമാണ് ഓരോ ജൂബിലിയും. ക്രൈസ്റ്റ് ആർട്സിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഒത്തിരിയേറെ നന്മ പ്രവർത്തനങ്ങളും മികവാർന്ന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒരു ചെറിയ മെഴുകുതിരി വെട്ടത്തിന് ഇരുളിനെ മാറ്റാൻ കഴിയുന്നത് പോലെ ഇനിയും വരും വർഷങ്ങളിൽ നാടിനും നാട്ടുകാർക്കും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ക്രൈസ്റ്റ് ആർട്സിലെ ഓരോ അംഗങ്ങൾക്കും
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഞാനൊരു ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനൊരു സ്വീകരണം അറേഞ്ച് ചെയ്ത ക്രൈസ്റ്റ് ആർട്സിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. അച്ഛൻ, അജിത് സർ, എല്ലാവരോടും, അനൂപ് സർ, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ക്രൈസ്റ്റ് ചർച്ചിൻ്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തെ നീണ്ട പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തു. അതിന് സഹകരിച്ച നാട്ടുകാർ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ ക്രൈസ്റ്റ് ചർച്ച് അംഗങ്ങൾ, അവരുടെ കുടുംബങ്ങൾ. കഴിഞ്ഞ ഒരു മാസമായി ശിവജി പറഞ്ഞ പോലെ അന്യം നിന്ന് പോയ നാടക സങ്കേതങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ നാടകം ഒരു മാസമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിൻ്റെ പ്രവർത്തകർ അതിന് പാടുപെടുകയായിരുന്നു. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റിന് പ്രത്യേകമായി ക്രൈസ്റ്റ് ചർച്ചിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ശിവയുടെ അസാന്നിധ്യത്തിലും ഇത്രയും നേരത്തെ വരികയും സമയത്ത് അത് നമ്മളോടൊപ്പം ഇരിക്കുകയും ചെയ്ത ശിവജിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം ചെയ്തത് നമുക്കറിയാം, നമ്മുടെ പള്ളി വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തിരിയാണ്. അച്ഛൻ വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ചെയ്തു. അതിന് ഒത്തിരിയേറെ സന്തോഷത്തോടെ അച്ഛന് ഞങ്ങൾ നന്ദി പറയുന്നു. അനൂപ് കിഷോർ, നമ്മുടെ എന്ത് വിളിച്ചാലും നമ്മുടെ പരിപാടികൾക്കൊക്കെ ഓടിയെത്തുന്ന അനൂപ് കിഷോറാണ്. നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രീൻ ആർമിയുടെ പരമാത്മാവും ജീവാത്മാവുമാണ്. അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ അനൂപ് കിഷോറിനെ നിങ്ങളെ അവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. അപ്പോൾ അജിത് കുമാർ, നമ്മുടെ മുൻ പ്രസിഡൻറ്റ്, ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും, ക്രൈസ്റ്റ് ചർച്ചിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന അജിത് കുമാർ ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ, കലാപരിപാടികളിലൊക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന അദ്ദേഹമാണ്. ഉദ്ഘാടനം ക്ഷണിക്കാമെന്നപ്പോൾ പറഞ്ഞു, കൃഷ്ണകുട്ടിയേട്ടൻ പണ്ട് അമ്പലപുരത്ത് ഇതുപോലെ ഒരു ഉദ്യമം നടത്തി. നമ്മുടെ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ എല്ലാവരും കൂടി, അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ കൂടിയിട്ട് വലിയൊരു മുഖം, കൃഷ്ണകുട്ടിയേട്ടൻ വലിയൊരു നാടക നടനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നാടകം കളിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നാടകം കളിക്കാൻ തീരുമാനിച്ചു. നാടക റിഹേഴ്സൽ ചെയ്തു, എല്ലാം നാടകം കളിക്കാനായിട്ട്. അന്നേ ദിവസം അവിടെ വന്നപ്പോൾ പെട്ടെന്ന് ആകസ്മികമായി തിരിഞ്ഞ് കാല് തെറ്റി വീണ് കാല് ഒടിഞ്ഞു. അങ്ങനെ കളിക്കാൻ പറ്റിയില്ല, നാടകം കളിച്ചില്ല. അപ്പോൾ അജി പറഞ്ഞു, അതുപോലെ ജോസേട്ടാ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയുമെന്ന് വിചാരിച്ച് എന്തായാലും വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിച്ചേർന്ന അജിത് കുമാറിനെ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൗൺസിലർ ജിൻസി ജോയ്സൺ ഇവിടെ വേദിയിൽ നിന്ന് മേക്കപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ട്, ആ ഡാൻസ് കളിക്കാൻ പോയിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിനും വരുന്ന ജിൻസി ജോയ്സിന് നന്ദി പറയുന്നു. അവർ സ്കൂളിൻ്റെ HM റവ സിസ്റ്റർ ജിൽസി, നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്താനായിട്ട് ചോദിച്ചപ്പോൾ യാതൊരു വൈമനസ്യമില്ലാതെ അതിന് മേലാധികാരികളോട് സമ്മതം ചോദിക്കുക എന്നുള്ളൊരു ചെറിയൊരു ചടങ്ങുണ്ടെങ്കിൽ തന്നെ കിട്ടും, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ധൈര്യം മുന്നോട്ട് നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനെല്ലാം അനുമതി ലഭിച്ചു, ഇവിടെ നടത്തി. അതുപോലെ ഇന്നലെ ഒരു റിഹേഴ്സൽ ഇവിടെ നടത്തണമെന്ന് പറഞ്ഞു, അതിനും സമ്മതിച്ചു. അങ്ങനെ 10 മണി വരെയാണ് സമയം തന്നിരിക്കുന്നത്. 10 മണിക്ക് തന്നെ തീർക്കണം എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്കൂൾ അനുവദിച്ചു തന്ന HMനും അതോടൊപ്പം തന്നെ കോൺഗ്രിഗേഷനും, ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ ഇന്ന് സ്വാഗതം ചെയ്ത ബൈജു മേജിൻ്റെ ഒരൊറ്റ വലിയൊരു ഉത്സാഹമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നിതാന്തം. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ബൈജുവിൻ്റെ എത്താതിരുന്നാൽ മുടങ്ങുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ കയ്യെത്തി കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ബൈജുവിനെ പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ച ബിജു ഇഗ്നേഷ്യസ് തുടങ്ങിയ ഇതിൻ്റെ പ്രവർത്തകർ, അതോടൊപ്പം ഇന്ന് ഈ നാടിൻ്റെ വലിയ പ്രചോദനവും വളരെ സ്നേഹവും കാരുണ്യവും ലഭിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വേദി നമ്മളിന്നിവിടെയൊക്കെയാണ്. 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അനുഷ ജെയിംസ്,
ഞാനും ഈ പേര് ഈ പടം കണ്ടപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മളെ പരിചയമില്ല. ഫാദർ കോടി ഉണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ 10 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ അപൂർവമായിട്ട് ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു വിഷയത്തിൽ അപൂർവമായിട്ട് ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ള വലിയൊരു കടമ ഭാരിച്ച ഉത്തരവാദിത്തം അവിടെ ഏറ്റതിൻ്റെ പേരിൽ എന്തായാലും ക്രൈസ്റ്റാഴ്സിന് അതിനൊരു അനുമോദനം കൊടുക്കാൻ ഇവിടെ നാട്ടിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല തോന്നുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വന്ന അനുഷയ്ക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകമായി നന്ദി ഞാൻ പറയുന്നു. ഇന്ന് പറയേണ്ടത് നമ്മുടെ ബിഞ്ചു ജേക്കബിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഞ്ചു ജേക്കബ് ഒരു മാസമായി ഞങ്ങളോടൊപ്പമുണ്ട്. ആ ബിഞ്ചു ജേക്കബ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ പ്രേംപ്രകാശ് ലൂയിസ്, അതുപോലെ തന്നെ സുനിൽ, ബാബു, അതുപോലെ സുധി, ശങ്കർ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേര്. അതുപോലെ നാടകത്തിൻ്റെ കുറേ കോസ്റ്റ്യൂംസ് ആവശ്യമുണ്ടായിരുന്നു. ആ കോസ്റ്റ്യൂംസൊക്കെ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ജയൻ, പോലീസിൻ്റെ ഒരു വേഷം ജയനാണ് തന്നത്. അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ വേഷം നമ്മുടെ ആന്തുലു ഇവിടെ ഇരിക്കുന്നുണ്ട്, മാങ്ങ. അങ്ങനെ ഒട്ടേറെ ആളുകളുടെ സഹായത്തിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാവർക്കും ഈ പ്രോഗ്രാം നടത്തുന്നതിന്, ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലോട്ടറി നടത്തിയിരുന്നു. ആ ലോട്ടറിയിലൊക്കെ നമ്മുടെ നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട്. അത്തരം ആ സഹകരണങ്ങൾക്കൊക്കെ ഇവിടെ വെച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതിൻ്റെ ക്രൈസ്റ്റ് ആർട്സിൻ്റെ പ്രവർത്തകർ ഒട്ടേറെ 34 പേരാണ് നമ്മളുള്ളത്. അവരൊക്കെ തന്നെ ഒറ്റ കെട്ടായിട്ട് ഓരോ മനസ്സാടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവി കയറുകൾ കാണാം. നിന്റെ നാട്യമെല്ലാം കൊള്ളാം,
പക്ഷേ നമുക്കിതൊക്കെ ഒന്ന് താളത്തിലാക്കി എടുക്കണ്ടേ? നമുക്ക് താളത്തിലാക്കി എടുക്കാതെ പുതിയ കച്ചവടമൊക്കെ ആവുമ്പോ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അങ്ങ് വേഷം മാറി വന്നേക്കാന്ന്. ശ്രദ്ധിച്ചു കളിക്കാം. അവിടെ അപ്പുറത്താ കളിക്കാം. ചക്കച്ചോളയും കഴിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ചക്ക കുരു കഴിച്ച ഞാനേ ചക്ക കുരു കഴിച്ചേ. ഈ ചക്കയിൽ പത്രക്കാര് മുഴുവൻ എഴുതി പിടിപ്പിച്ചിരിക്കണം. ഇതാ ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വരൂ വരൂ, കടന്നു വരൂ. മുതലാളി നമുക്ക് തന്ന ചക്കക്കുരു രസായനും ചക്കമൂക്കു രോഗ്യം എല്ലാം കഴിച്ചിട്ടാ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത്. അതിന് നമ്മെ സഹായിച്ചത് ശ്രീമാൻ പോത്തച്ഛനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം അദ്ദേഹത്തെ മഹാത്മാ ശ്രീ ബഹുമതി നൽകി ആദരിക്കുകയാണ്. കൈയടിക്കണം. നമ്മളല്ലേ നമ്മളല്ലേ